ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശി വരുന്നു. ഏറ്റവും പുണ്യകരമായ ഏകാദശിയാണ് ഇനി വരാൻ പോകുന്നത്. ഇതുവരെ ഏകാദശി എടുത്തിട്ടില്ലാത്ത ആളുകൾ, അതല്ലെങ്കിൽ മുടങ്ങിയിരിക്കുന്ന ആളുകൾ, ഈ ഏകാദശി മുതൽ വ്രതം അനുഷ്ഠിച്ച് തുടങ്ങിക്കോളൂ. അത്രത്തോളം പുണ്യകരമായ ഏകാദശിയാണ് ഇനി വരാൻ പോകുന്നത്. ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി, ദേവശയനി ഏകാദശി. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2025 ജൂലൈ മാസം 5-ാം തീയതി സന്ധ്യയ്ക്ക് 6:58 മുതൽ 2025 ജൂലൈ മാസം 6-ാം തീയതി രാത്രി 9:14 വരെ. അതുകൊണ്ട് തന്നെ ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ഏറ്റവും പുണ്യകരമായ ദിവസം 2025 ജൂലൈ മാസം 6-ാം തീയതി ഞായറാഴ്ച നമ്മൾ ദേവശയനി ഏകാദശിയായി ആചരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഏകാദശിക്ക് ഇങ്ങനെയൊരു പേര് ലഭിച്ചത്? അതായത് മഹാവിഷ്ണു തൻ്റെ ദിവ്യനിദ്രയുടെ ആരംഭം കുറിക്കുകയാണ്. ഒരു പുതിയ ചാതുർമാസത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ ദിവസം മുതലാണ് ഭഗവാൻ ക്ഷീരസാഗരത്തിൽ ശയിക്കുന്നത്. 4 മാസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. വൈഷ്ണവ വിശ്വാസമനുസരിച്ച് ഈ 4 മാസവും ഭക്തർ വ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കാറുണ്ട്. പൂർണ്ണമായ സസ്യാഹാരം ശീലിക്കുകയും പൂർണ്ണമായ ബ്രഹ്മചര്യം പാലിച്ചുകൊണ്ടും ഒക്കെ ഭക്തർ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാറുണ്ട്. മഹാവിഷ്ണു ക്ഷീരസാഗരത്തിൽ ശയിക്കുന്ന ഈ പുണ്യമായ ദിവസം, ശയിക്കാൻ തുടങ്ങുന്ന ആ പുണ്യമായ സമയം, ആ ദിവസത്തെ നമ്മൾ ദേവശയനി ഏകാദശി എന്ന് വിളിക്കുന്നു. ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി വളരെ വളരെ പ്രത്യേകതകളുള്ള പുണ്യകരമായ ഒരു ഏകാദശിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഏകാദശി മുതൽ പുതുതായി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഏകാദശി വ്രതം എടുത്തു തുടങ്ങിക്കൊള്ളൂ. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ഏറ്റവും ഉത്തമമായ സമയമാണ് വരാൻ പോകുന്നത്. ഈ 4 മാസക്കാലം മഹാവിഷ്ണു ഭജനമായി കഴിഞ്ഞുകൂടുന്നത് ഏറ്റവും ഉത്തമമാണ്. നിങ്ങൾക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ 4 മാസക്കാലം വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്തെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം, അത് ഞാൻ 4 മാസക്കാലത്തേക്ക് കഴിക്കുന്നില്ല എന്നൊരു പ്രതിജ്ഞ എടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സ്വഭാവം, ഏതെങ്കിലും ഒരു സ്വഭാവം, ദേഷ്യം, മുൻശുണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടുക, കുറ്റം പറയുക, അനാവശ്യമായി പരദൂഷണം പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാനിനി 4 മാസത്തേക്ക് ചെയ്യില്ല എന്ന് തീരുമാനിക്കുക. ഒരാളോട് വഴക്കിടാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇല്ല 4 മാസം കഴിയട്ടെ എന്നിട്ട് വഴക്കിടാം എന്ന് തീരുമാനിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളൊന്ന് തീരുമാനിച്ച് ഈ 4 മാസക്കാലം ദിവസവും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കൊള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അന്നേ ദിവസം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കേണ്ടുന്ന മഹാവിഷ്ണുവിൻ്റെ രൂപം ചതുർബാഹു രൂപമാണ്. ചതുർബാഹു രൂപത്തിൽ ഭഗവാൻ ക്ഷീരസാഗരത്തിൽ ശയിക്കുന്ന ആ രൂപത്തിലാണ് സർവേശ്വരനെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടുന്നത്. എങ്ങനെയാണ് ഏകാദശി വ്രതം എടുക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏകാദശി ദിവസവും മഹാദ്വാദശി ദിവസവും നമ്മൾ സാധാരണയായി തുളസീദേവിയെ നോവിക്കാറില്ല. കാരണം തുളസീദേവി
വ്രതത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ നമ്മൾ ഭഗവതിയെ ഉപദ്രവിക്കാറില്ല. നിങ്ങൾക്ക് ഭഗവാന് നൈവേദ്യമായി സമർപ്പിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും, എന്ത് ഭഗവാന് നൈവേദ്യമായി സമർപ്പിച്ചാലും തുളസിയില കൂടി സമർപ്പിച്ചാൽ മാത്രമേ ആ വഴിപാട് പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏകാദശി ദിവസം തുളസി നുള്ളാൻ പറ്റാത്തതുകൊണ്ട് ദശമി ദിവസം നിങ്ങൾക്ക് തുളസിയില ശേഖരിച്ച് വെക്കാവുന്നതാണ്. അക്കാര്യം പ്രത്യേകം ഓർത്തുകൊള്ളുക. ഇനി എങ്ങനെയാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് എല്ലാവർക്കും അറിയാം. തലേ ദിവസം, അതായത് ഇത്തവണ ഏകാദശി വരുന്നത് ജൂലൈ മാസം 6-ാം തീയതി ആയതിനാൽ ജൂലൈ മാസം 5-ാം തീയതി എല്ലാ വ്രതങ്ങളുടെയും പോലെ തന്നെ തലേ ദിവസം പൂർണ്ണമായ വെജിറ്റേറിയൻ ഭക്ഷണം അത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കഴിയുന്നെങ്കിൽ ഉള്ളി വെളുത്തുള്ളി ഒക്കെ ഉപയോഗിക്കാതിരിക്കുക. ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരിഭക്ഷണം, അതായത് ഒരിക്കലൂണ്, അത് ചെയ്യുക. രാവിലെ ഗോതമ്പിൻ്റെ എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടെങ്കിൽ അത് കഴിക്കാം. വൈകുന്നേരം സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിച്ച് നിർത്താൻ സാധിക്കുന്നെങ്കിൽ അത്രയും ഉത്തമം. പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഏകാദശി ദിവസം വൈഷ്ണവ വിശ്വാസപ്രകാരം നമ്മൾ ഒരു തരത്തിലുള്ള ധാന്യവർഗ്ഗങ്ങളും ഉപയോഗിക്കാറില്ല. അരി, ഗോതമ്പ്, ചെറുപയർ, കടല, അതുപോലെ തന്നെ റാഗി, തിന, ഓട്സ് തുടങ്ങിയ ഒരു തരത്തിലുള്ള ധാന്യവർഗ്ഗങ്ങളും നമ്മൾ ഉപയോഗിക്കാറില്ല. നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന പദാർത്ഥങ്ങൾ എന്തൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. മണ്ണിനടിയിൽ വളരുന്ന കിഴങ്ങുവർഗ്ഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. കപ്പ, കാച്ചിൽ, ചേമ്പ് അതൊക്കെ ഉപയോഗിക്കാം. മധുരക്കിഴങ്ങ് ഉപയോഗിക്കാം. അതുപോലെ പച്ചക്കറികൾ അത് ധാരാളമായി ഉപയോഗിക്കാം. വെള്ളരിക്ക, മുരിങ്ങയ്ക്ക, അതുപോലെ പടവലങ്ങ, ക്യാരറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. തക്കാളി ഉപയോഗിക്കാം. ഉള്ളി വെളുത്തുള്ളി ഉപയോഗിക്കാൻ പാടില്ല. കപ്പലണ്ടി അതായത് നിലക്കടല അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ ചൗവരി, സാബുദന അത് വളരെ നല്ലതാണ്. സാബുദന പാലിൽ കാച്ചി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ സാബുദന കിച്ചടി അത് നിങ്ങൾക്ക് ഉണ്ടാക്കി അത് ഉപയോഗിക്കാം. ഉരുളൻകിഴങ്ങ് ഉപയോഗിക്കാം. അതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റു സാധനങ്ങളാണ് പാലുൽപ്പന്നങ്ങൾ. പാല്, വെണ്ണ, മോര്, തൈര്, പനീർ അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പഴവർഗ്ഗങ്ങൾ ധാരാളമായി ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വ്രതം അനുഷ്ഠിക്കേണ്ടുന്നത്. ഏകാദശി ദിവസം ഭക്തർ ഉപവസിക്കാറുണ്ട്. പൂർണ്ണമായ ഉപവാസം, ഒന്നും കഴിക്കില്ല. ചിലർ ജലം മാത്രം കുടിച്ചിരിക്കും. ചിലർ പാലും പഴങ്ങളും കഴിച്ചിരിക്കും. ചിലർ പാല് മാത്രം കഴിച്ചിരിക്കും. ചിലർ പഴങ്ങൾ മാത്രം കഴിച്ചിരിക്കും. ചിലർ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കും. ചിലർ 3 നേരവും ഭക്ഷണം കഴിക്കും. പക്ഷെ അനുവദിച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ആരോഗ്യസ്ഥിതി, നമ്മുടെ സാഹചര്യം ഒക്കെ അനുസരിച്ചിട്ട് വ്രതത്തെ മാറ്റം വരുത്തുക. അതായത് വ്രതഭക്ഷണത്തെ മാറ്റം വരുത്തുക. രാവിലെ കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങൾ പഴങ്ങൾ കഴിക്കാം. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഏകാദശി പുഴുക്ക് ഉണ്ടാക്കി കഴിക്കാം. അതായത് പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും ഒക്കെ ചേർത്തിട്ട് ഒരു പുഴുക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം. സന്ധ്യയ്ക്ക് മുമ്പ് പഴവർഗ്ഗങ്ങൾ കഴിച്ച് നിങ്ങളുടെ ആഹാരം അവസാനിപ്പിക്കാം. അങ്ങനെ ചെയ്യാം. മരുന്ന് കഴിക്കുന്നവർ, ഗർഭിണികൾ, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നവർ, അങ്ങനെയുള്ള ആളുകളൊക്കെ കാണും. അവർക്ക് ആഹാരം കഴിക്കാതിരിക്കാൻ സാധിക്കില്ല. ചിലർ ഒരു നേരം മാത്രം പുഴുക്ക് അതുണ്ടാക്കി കഴിക്കും. ചിലർ 3 നേരം പഴവർഗ്ഗങ്ങൾ മാത്രം കഴിക്കും. എങ്ങനെയാണോ നമുക്ക് പറ്റുന്നത് അത് ചെയ്യുക. ഇടയ്ക്ക് വച്ച് വ്രതം അവസാനിപ്പിക്കുന്ന അവസ്ഥ വരരുത്. അതായത് ആഹാരം കഴിക്കാതിരുന്ന് ഉച്ചവരെയാകുമ്പോൾ അല്ലെങ്കിൽ ഉച്ച കഴിയുമ്പോൾ ഗ്യാസ് കയറി ഛർദ്ദിച്ച് വ്രതം അവസാനിപ്പിക്കേണ്ടുന്ന അവസ്ഥ വരരുത്. നമ്മുടെ ഓരോരുത്തരുടെയും ശാരീരിക സ്ഥിതി എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് അതനുസരിച്ചിട്ട് ദൈവത്തെ വെല്ലുവിളിക്കാനൊന്നും പോകണ്ട. നമുക്ക് പറ്റുന്ന രീതിയിൽ വ്രതം അനുഷ്ഠിക്കുക. നാമജപം അതാണ് എപ്പോഴും ഓർക്കേണ്ടത്. ആഹാരത്തിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നാമജപത്തിനാണ്. എത്ര സമയം സർവേശ്വരനെ പ്രാർത്ഥിക്കുന്നുവോ, സർവേശ്വരൻ്റെ നാമങ്ങൾ ജപിക്കുന്നുവോ അതാണ് ഏറ്റവും ഉത്തമം. നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ പറയുക, നാമം ജപിച്ചുകൊണ്ടിരിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ പ്രാധാന്യമായി നിങ്ങൾ ചെയ്യേണ്ടത്.
കൃത്യമായി വ്രതം അനുഷ്ഠിച്ചതിന് ശേഷം, പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം പിറ്റേ ദിവസം, അതായത് 2025 ജൂലൈ മാസം 7-ാം തീയതി കൃത്യസമയത്ത് തന്നെ പാരണ വീടണം. അതാണ് ഏറ്റവും നിർബന്ധമായിട്ടുള്ളത്. ആ സമയത്ത് തന്നെ പാരണ വീടണം. ഓരോ സ്ഥലങ്ങളിലും പാരണ വീടേണ്ടുന്ന സമയത്തിന് വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഓരോ സ്ഥലങ്ങളിലായിട്ട് പറയും. നിങ്ങളത് കേൾക്കണം. എങ്ങനെയാണ് പാരണ വീടേണ്ടത്? പലർക്കും ഇപ്പോഴും അറിഞ്ഞുകൂടാ. അതായത് വ്രതം അവസാനിപ്പിക്കുന്നതിനെയാണ് പാരണ വീടുക എന്ന് പറയുന്നത്. വ്രതം അവസാനിപ്പിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയി നാമം ജപിച്ച് അവിടെ നിന്നും തീർത്ഥം സേവിച്ച് ആ സമയത്ത് വ്രതം അവസാനിപ്പിക്കാം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് നിങ്ങൾ വിളക്ക് തെളിയിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാന് പ്രസാദങ്ങൾ സമർപ്പിച്ച് നാമം ജപിച്ച് വ്രതകഥ പറഞ്ഞ് ഓർത്ത് കേട്ട് എന്ത് ചെയ്യാം? വ്രതം അവസാനിപ്പിക്കാം. നമസ്കരിച്ച് ഭഗവാന് വ്രതം സമർപ്പിക്കാം. അതിനുശേഷം നമ്മൾ വിളക്കിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന തീർത്ഥം കുടിച്ചുകൊണ്ടും അതുപോലെ അവിടെ ഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന പഴവർഗ്ഗങ്ങളോ അതല്ലെങ്കിൽ പായസമോ എന്താണോ അത് കഴിച്ചുകൊണ്ടും നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം. അതാണ് ചെയ്യേണ്ടത്. വ്രതകഥ ഞാൻ പറഞ്ഞു തരാം. വളരെ മനോഹരമായ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ അർത്ഥവത്തായ ഒരു കഥയാണ് ഇത്തവണത്തെ ഏകാദശി വ്രതകഥ. അപ്പോൾ ഏകാദശിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനിടയുള്ളത് ചായ കുടിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ചില മനുഷ്യർക്ക് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും. അവർ രാവിലെ ഒരു ചായ കുടിച്ചോളൂ, വൈകുന്നേരവും ഒരു ചായ വേണമെങ്കിൽ കുടിച്ചോളൂ. ഒരുപാട് ചായ കുടിക്കുന്ന ആളുകൾ 1-2 ചായയായി അത് കുറയ്ക്കുക. അതാണ് ചെയ്യാനുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വ്രതം എടുക്കാൻ സാധിക്കുകയില്ല. കാരണം തലവേദന എടുക്കും. നമ്മൾ വ്രതം എടുക്കുമ്പോൾ സന്തോഷത്തോടു കൂടി എടുക്കണം. ഒരു വലിയ ഭാരം പോലെ ആകരുത് വ്രതം എടുക്കുന്നത്. വ്രതമെടുത്ത് ക്ഷീണിച്ച് പോകരുത്, തലവേദന എടുത്ത് ഛർദ്ദിക്കരുത്, അതുപോലെ ഹോസ്പിറ്റലിലായി പോകരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. വളരെ സന്തോഷമായി നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് പറ്റുന്ന രീതിയിൽ, സാഹചര്യങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമുക്ക് ഏകാദശിയുടെ വ്രതകഥ അതെന്താണ് എന്ന് നോക്കാം. വ്രതകഥ പറഞ്ഞതിനു ശേഷം നമുക്ക് ഓരോ സ്ഥലങ്ങളിലെയും പാരണാസമയം പറയാം. അതിനുശേഷം ഈ ഏകാദശിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. വ്രതകഥ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒരിക്കൽ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, ഭഗവാനെ, ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയുടെ പേരെന്താണ്? അന്നേ ദിവസം ഏതു ദേവതയെ ആണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്നത്? എന്താണ് ആ ഏകാദശിയുടെ പ്രത്യേകത? അവിടുന്ന് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പാർത്ഥൻ കൃഷ്ണനോട് ചോദിച്ചപ്പോൾ കൃഷ്ണൻ എന്താണ് മറുപടി പറഞ്ഞത്? കൃഷ്ണൻ പറയുകയാണ്, അല്ലയോ അർജുന, ഈ കാര്യം ഒരിക്കൽ നാരദര് ബ്രഹ്മാവിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തത് ഒരു കഥയാണ്. ആ കഥ ഞാനിപ്പോൾ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സർവേശ്വരനായ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനന് പറഞ്ഞു കൊടുത്ത കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇഷാക്കു വംശത്തിൽപ്പെട്ട ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിൻ്റെ പേരായിരുന്നു മാന്ധാതൻ. ഈ മാന്ധാത രാജാവ് വലിയ സത്യസന്ധനായിരുന്നു, മഹാത്മാവായിരുന്നു, ചക്രവർത്തിയായിരുന്നു, പ്രജാക്ഷേമ തൽപരനായിരുന്നു. തൻ്റെ പ്രജകളെ തൻ്റെ മക്കളെ പോലെയായിരുന്നു കരുതിയിരുന്നത്. അദ്ദേഹം എല്ലാവിധത്തിലുള്ള ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്ത് വളരെ ക്ഷേമകരമായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു. ആ രാജ്യത്ത് അഭിവൃദ്ധിയായിരുന്നു. പ്രജകൾക്ക് വലിയ സന്തോഷമായിരുന്നു. അവിടെ യാതൊരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല. പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം ആ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാമരാജ്യം. അത്ര ക്ഷേമകരമായ ഭരണമായിരുന്നു ഈ മാന്ധാത രാജാവ് കാഴ്ചവെച്ചിരുന്നത്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞു പോകുന്ന അവസരത്തിൽ
പെട്ടെന്ന് ആ രാജ്യത്തിലേക്ക് ഒരു ക്ഷാമം വരികയാണ്. അതായത് മഴയില്ല. എന്തു ചെയ്യാൻ പറ്റും? വരൾച്ച, ആകെ ബുദ്ധിമുട്ട്, ജനങ്ങൾ കഷ്ടപ്പെടുന്നു, യാഗങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ വളരെയധികം കഷ്ടപ്പാടുകൾ ആ രാജ്യത്ത് പെട്ടെന്നുണ്ടാവുകയാണ്. ജനങ്ങളെല്ലാവരും വന്ന് രാജാവിനോട് പരാതി പറഞ്ഞു, എന്തെങ്കിലും ഒരു പോംവഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞു. രാജാവ് അവരോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു നിവർത്തി ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം രാജാവ് ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്താണ് ഒരു പോംവഴി, ആരോട് ചോദിക്കും? ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് അദ്ദേഹം മഹർഷിമാരെയൊക്കെ കാണുന്നതിനായിട്ട് കാട്ടിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് അംഗരക്ഷകരൊക്കെ ഉണ്ട്. അവർ ഇങ്ങനെ കാട്ടിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ആശ്രമം കാണുകയും ആ ആശ്രമത്തിലേക്ക് അവർ പോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ അതാരുടെ ആശ്രമമാണ്? ബ്രഹ്മാവിൻ്റെ പുത്രനായ അങ്കിരസിൻ്റെ ആശ്രമമാണ് അതെന്ന് അവർക്ക് മനസ്സിലായി. അവർ അങ്കിരസിനെ കാണുകയും അങ്കിരസിനെ നമസ്കരിക്കുകയും ചെയ്തു. അങ്കിരസ് അവരെ സ്വീകരിച്ചു, വേണ്ട വിധത്തിലുള്ള ആതിഥ്യ മര്യാദകളൊക്കെ ചെയ്തു. അതിനുശേഷം എന്തിനു വേണ്ടിയിട്ടാണ് വന്നത് എന്ന് അന്വേഷിച്ചു. അപ്പോൾ തൻ്റെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കഠിനമായ ക്ഷാമത്തെക്കുറിച്ച് രാജാവ് അങ്കിരസിനോട് പറയുകയാണ്, എന്തെങ്കിലും ഒരു പോംവഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അങ്കിരസ് പറഞ്ഞ മറുപടിയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളണം. സത്യയുഗത്തിൽ ബ്രാഹ്മണർക്ക് മാത്രമേ തപസ് ചെയ്യാനും വേദങ്ങൾ പഠിക്കുവാനും അവകാശമുള്ളൂ. പക്ഷേ അങ്ങയുടെ രാജ്യത്ത് ഒരു ശൂദ്രൻ തപസ് ചെയ്യുന്നു. അത് വർണ്ണാശ്രമത്തിന് എതിരാണ്. വർണ്ണാശ്രമം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ 4ആയി തിരിച്ചിരിക്കുന്നു: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അതിൽ ബ്രാഹ്മണനാണ് വേദങ്ങൾ പഠിക്കുവാനും തപസ് ചെയ്യാനും അധികാരമുള്ളത്. അങ്ങനെയിരിക്കെ ഈ സത്യയുഗത്തിൽ ഒരു ശൂദ്രൻ തപസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചത് എന്ന് ആര് പറയുകയാണ്? ഈ അങ്കിരസ് പറയുകയാണ്. അതുകൊണ്ട് അങ്ങ് പെട്ടെന്ന് പോയി ആ ശൂദ്രനെ അങ്ങ് തല വെട്ടിക്കളഞ്ഞ് കൊന്നേക്കൂ. അതോടുകൂടി അങ്ങയുടെ രാജ്യത്തുണ്ടായിരിക്കുന്ന ഈ ദോഷങ്ങളൊക്കെ മാറുമെന്ന് ഈ അങ്കിരസ് ഈ രാജാവിനോട് പറഞ്ഞു കൊടുത്തു. രാജാവ് പറഞ്ഞു, എനിക്കത് ചെയ്യാൻ സാധിക്കുകയില്ല. ആ പാവം, അയാൾ എന്തു പിഴച്ചു? രാജ്യത്ത് ക്ഷാമമുണ്ടാകുമെന്ന് കരുതിയിട്ടാണോ അദ്ദേഹം തപസ് ചെയ്യുന്നത്? എനിക്കത് ചെയ്യാൻ സാധിക്കുകയില്ല, ഞാൻ ഒരിക്കലും അത് ചെയ്യുകയില്ല എന്ന് ആ രാജാവ് കർക്കശമായി പറഞ്ഞു. എനിക്ക് പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞു. ഇനി എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് അങ്കിരസിനോട് രാജാവ് ചോദിച്ചു. അപ്പോൾ ഈ അങ്കിരസ് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു മാർഗമുണ്ട്. അത് ആഷാഢമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി. ആ ഏകാദശിക്ക് പറയുന്ന പേര് ദേവശയനി ഏകാദശി. ആ ഏകാദശി വ്രതം വിധിയാവണ്ണം അനുഷ്ഠിച്ചു കൊള്ളുക. അങ്ങ് ഉപവസിക്കുക. ഉപവസിച്ച് കൃത്യസമയത്ത് പാർണ വീടി നാമം ജപിച്ച് ഇരുന്നാൽ തീർച്ചയായിട്ടും അങ്ങയുടെ രാജ്യത്ത് ബാധിച്ചിരിക്കുന്ന ഈ ദോഷം മാറും എന്ന് പറയുന്നു. രാജാവിന് സന്തോഷമായി. രാജാവ് തിരിച്ച് നാട്ടിലേക്ക് വന്നു. ആ രാജ്യത്തുള്ള സകല ജനങ്ങളും കൂടി, രാജാവും ജനങ്ങളും എല്ലാവരും ഈ ദേവശയനി ഏകാദശി വ്രതം വിധിയാവണ്ണം അനുഷ്ഠിക്കുകയും മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ആ രാജ്യത്ത് മഴ പെയ്യുകയും ക്ഷാമം അവസാനിക്കുകയും ചെയ്തു. ഇതാണ് ദേവശയനി ഏകാദശിയുടെ വ്രതകഥ. ഈ കഥയിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടുന്ന ഏറ്റവും വലിയൊരു പാഠമുണ്ട്. എന്താണ് ആ പാഠം? സ്വന്തം കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. അങ്ങനെയാകരുത്. മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടാകരുത് നമ്മുടെ കഷ്ടപ്പാടുകളിൽ നിന്നും നമുക്ക് മോചനം നേടേണ്ടത്. പിന്നെ എങ്ങനെയായിരിക്കണം? സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുക. ഭഗവാനിൽ പൂർണ്ണ വിശ്വാസവും ഭക്തിയും നിലനിർത്തുക. സൽക്കർമ്മങ്ങൾ ചെയ്യുക.
ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏതു വലിയ കഷ്ടപ്പാടുകളെ പോലും എളുപ്പത്തിൽ മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ വ്രതകഥയിലൂടെ ഉദ്ദേശിക്കുന്നത്. രാജാവിന് വേണമെങ്കിൽ അങ്കിരസ് പറഞ്ഞതല്ലേ, ഓടിപ്പോയി ആ ശൂദ്രനെ പിടിച്ച് തല വെട്ടിക്കളയാമായിരുന്നു. നിസ്സാരമാണ് അല്ലേ? പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. അതാണ് പ്രജാക്ഷേമ തൽപരനായ ഒരു മഹാരാജാവ്. ഇതാണ് ദേവശൈനി ഏകാദശിയുടെ വ്രതകഥ. ഈ കഥ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്തു. അതിനു മുമ്പ് ബ്രഹ്മാവ് ഇത് നാരദർക്ക് ഉപദേശിച്ച് കൊടുത്തിരുന്നു. അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഈ കഥ ഏകാദശി ദിവസം നിങ്ങൾ പറയണം, അല്ലെങ്കിൽ കേൾക്കണം. ഈ വീഡിയോയിൽ ഈ ഭാഗം എടുത്തു വെച്ചൊന്ന് കേട്ടാലും മതി. അതല്ലെങ്കിൽ ഇപ്പോൾ കേട്ടപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണും. നിങ്ങളത് പറയണം, ആ കഥ ഓർക്കണം. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കണം. അതുപോലെ ഏകാദശിയുടെ പാരണാ സമയത്തും ഈ കഥ നിങ്ങൾ പറയണം. നാമം ജപിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഈ കഥ വായിക്കണം, അതായത് പറയണം. പറഞ്ഞിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ച് നമസ്കരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് വ്രതകഥ മനസ്സിലായോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഇനി നമുക്ക് ഏകാദശിയുടെ പാരണാ സമയം പറയാം. ഏകാദശി എന്നാണ്? 6-ാം തീയതി, ജൂലൈ 6-ാം തീയതിയാണ് ഏകാദശി. എല്ലാ സ്ഥലങ്ങളിലും 6-ാം തീയതി തന്നെയാണ് ഏകാദശി, യാതൊരു വ്യത്യാസവുമില്ല. ജൂലൈ 7-ാം തീയതി പാരണ. പാരണാ സമയം പറഞ്ഞതിന് ശേഷം ഏകാദശിയുടെ മറ്റു ചില പ്രത്യേകതകൾ, നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ, അതും കൂടി പറയാം. നിങ്ങളപ്പം അവസാനം വരെ ക്ഷമയോടുകൂടി ഒന്ന് കേൾക്കുക. ജൂലൈ 7-ാം തീയതി കേരളത്തിൽ രാവിലെ 6:09 മുതൽ 10:21 വരെയാണ് സമയം. ആ സമയത്ത് വ്രതം അവസാനിപ്പിക്കുക നാമം ജപിച്ച്. തമിഴ്നാട് 5:48 മുതൽ 10:05 വരെ, കർണാടക 5:59 മുതൽ 10:16 വരെ, തെലുങ്കാന 5:47 മുതൽ 10:10 വരെ, ആന്ധ്രാപ്രദേശ് 5:50 മുതൽ 10:08 വരെ, ഒറീസ 5:12 മുതൽ 9:39 വരെ, ഗോവ 6:09 മുതൽ 10:30 വരെ, മഹാരാഷ്ട്ര 6:07 മുതൽ 10:31 വരെ, മധ്യപ്രദേശ് 5:40 മുതൽ 10:10 വരെ, ഗുജറാത്ത് 6:10 മുതൽ 10:39 വരെ, ലക്നൗ ഉത്തർപ്രദേശ് 5:19 മുതൽ 9:54 വരെ, ഡൽഹി 5:29 മുതൽ 10:07 വരെ, ജാർഖണ്ഡ് 5:08 മുതൽ 9:39 വരെ, ഛത്തീസ്ഗഡ് 5:26 മുതൽ 10:07 വരെ, രാജസ്ഥാൻ 5:39 മുതൽ 10:14 വരെ, ഹരിയാന 5:27 മുതൽ 10:07 വരെ, പഞ്ചാബ് 5:32 മുതൽ 10:14 വരെ, കാശ്മീർ 5:29 മുതൽ 10:13 വരെ, ആസാം 4:37 മുതൽ 9:11 വരെ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് 5:01 മുതൽ 9:16 വരെ, ഹിമാചൽ പ്രദേശ് 5:24 മുതൽ 10:05 വരെ, ദുബായ് 5:35 മുതൽ 10:08 വരെ, അബുദാബി 5:40 മുതൽ 10:12 വരെ, ബഹ്റിൻ 4:51 മുതൽ 9:25 വരെ, സൗദി അറേബ്യ 5:10 മുതൽ 9:42 വരെ, കുവൈറ്റ് 4:55 മുതൽ 9:34 വരെ, ദോഹ 4:49 മുതൽ 9:22 വരെ, ഷാർജ 5:34 മുതൽ 10:07 വരെ, ഒമാൻ മസ്കറ്റ് 5:25 മുതൽ 9:56 വരെ, UK ലണ്ടൻ 4:53 മുതൽ 10:21 വരെ, അർമേനിയ 5:40 മുതൽ 10:38 വരെ, ജർമ്മനി 4:53 മുതൽ 10:25 വരെ, ഡെൻമാർക്ക് വെസ്റ്റേൺ ഓസ്ട്രേലിയ 7:19 മുതൽ 10:37 വരെ, ലിബിയ 6:05 മുതൽ 10:50 വരെ, നൈജീരിയ 6:16 മുതൽ 10:29 വരെ, സ്വീഡൻ 3:45 മുതൽ 9:50 വരെ, ഇറ്റലി 5:42 മുതൽ 10:44 വരെ, ഓസ്ട്രേലിയ 8:13 മുതൽ 10:30 വരെ, സിംഗപ്പൂർ 7:04 മുതൽ 11:08 വരെ, മാലദ്വീപ്സ് 6 മണി മുതൽ 10:07 വരെ, ചൈന 6:13 മുതൽ 9:36 വരെ, പോണ്ടിച്ചേരി
5:52 മുതൽ 10:08 വരെ. മലേഷ്യ 7:09 മുതൽ 11:15 വരെ. ചൈന 6:13 മുതൽ 9:36 വരെ. അമേരിക്ക 5:50 മുതൽ 10:45 വരെ. സാംബിയ 6:34 മുതൽ 10:19 വരെ. സാംബിയ 6:34 മുതൽ 10:19 വരെ. ജോർദാൻ 5:37 മുതൽ 10:20 വരെ. കാനഡ 5:44 മുതൽ 10:50 വരെ. ഇസ്രായേൽ 5:40 മുതൽ 10:23 വരെ. വാൻകോവർ 5:16 മുതൽ 10:37 വരെ. സൗത്ത് ആഫ്രിക്ക 7:52 മുതൽ 11:11 വരെ. റഷ്യ 3:56 മുതൽ 9:41 വരെ. ന്യൂസിലാൻഡ് 10:13 മുതൽ 10:53 വരെ. ജോർജിയ 5:33 മുതൽ 10:35 വരെ. ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ സാധാരണയായി പറയുന്നത്. ഇനി മറ്റേതെങ്കിലും സ്ഥലങ്ങളിലെ പാരണാസമയം നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടൂ. ഞാൻ കമൻറ്റിന് മറുപടി നൽകാം. അതുപോലെ തന്നെ അടുത്ത ഏകാദശിക്ക് ആ സ്ഥലം കൂടി ഉൾപ്പെടുത്താം. ഇനി നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ഭഗവാന് നെയ്വിളക്ക് 5 തിരിയിട്ട് ഏകാദശി ദിവസവും ദശമി ദിവസവും അതുപോലെ തന്നെ പിറ്റേ ദിവസം പാരണ വീടുന്ന സമയവും 5 തിരിയിട്ട് നെയ്വിളക്ക് തന്നെ തെളിയിക്കാനായി ശ്രദ്ധിക്കുക. കാരണം ഇതൊരു പുതിയ തുടക്കമാണ്. അതുകൊണ്ട് നെയ്വിളക്ക് തന്നെ സമർപ്പിക്കാനായി കഴിയുന്നതും ശ്രമിക്കുക. അതുപോലെ തന്നെ ഭഗവാന് താമരപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നത്, താമരപ്പൂക്കൾ ഭഗവാന് സമർപ്പിക്കുന്നത്, മഞ്ഞപ്പൂക്കൾ സമർപ്പിക്കുന്നത്, തുളസി പൂക്കൾ സമർപ്പിക്കുന്നതൊക്കെ വളരെ വളരെ ഉത്തമമാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പൂവൊക്കെ വിൽക്കുന്ന കടകളുണ്ടല്ലോ, ആ കടകളിൽ നിന്നും ഒരു താമരപ്പൂ അത് നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് മേടിച്ച് നിങ്ങളുടെ പടത്തിൻ്റെ മുമ്പിൽ വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. അതുകൊണ്ടാണ് അക്കാര്യം ഒന്ന് എടുത്തു പറഞ്ഞത്. അതുപോലെ ഭഗവാന് പ്രസാദമായി സമർപ്പിക്കാൻ ഏറ്റവും നല്ലത് പാല്, അത് ഏലക്കായിട്ട് കാച്ചി പാല് സമർപ്പിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. അങ്ങനെ നിങ്ങൾക്ക് സമർപ്പിക്കാം. അതല്ലെങ്കിൽ ചൗവരി, സാബുദന, അത് നിങ്ങൾക്ക് പാലിൽ കാച്ചിയിട്ട് അത് ഭഗവാന് പ്രസാദമായിട്ട് സമർപ്പിക്കാം. എന്ത് സമർപ്പിച്ചാലും അതിൽ ഒരു തുളസിയില സമർപ്പിച്ചിട്ട് വേണം സമർപ്പിക്കാനായിട്ട്. അക്കാര്യം പ്രത്യേകമായി ഒന്ന് ഓർക്കുക. അതുപോലെ ഏകാദശി ദിവസം നിങ്ങളുടെ വീട്ടിൽ തുളസിച്ചെടികൾ ഉണ്ടെങ്കിൽ തുളസിച്ചെടികൾക്ക് ജലം സമർപ്പിക്കാൻ പാടില്ല. മഴ പെയ്യുമായിരിക്കാം, അത് ഭഗവാന്റെ നിശ്ചയം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പൊക്കോട്ടെ. അതല്ലാതെ നിങ്ങളായി തുളസിച്ചെടികൾക്ക് ജലം സമർപ്പിക്കരുത്. കാരണം ഭഗവതി അന്ന് ഉപവാസത്തിലാണ്. പിറ്റേ ദിവസം പാരണ വീടുന്ന സമയം നിങ്ങൾ വിളക്ക് തെളിയിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ തുളസിത്തറയായിട്ട് നിങ്ങൾ സൂക്ഷിക്കുന്ന ഒരു തുളസി ചെടിയുണ്ടെങ്കിൽ പാരണാ സമയത്ത് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കുന്ന സമയത്ത് ആ സമയത്ത് ഭഗവതിക്ക് ജലം സമർപ്പിക്കുന്നത് അങ്ങേയറ്റം ഉത്തമമാണ്. പാരണാ സമയത്ത് ഇക്കാര്യമൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. ഏകാദശി ദിവസവും മഹാദ്വാദശി ദിവസവും, അതായത് നിങ്ങൾ വ്രതം അവസാനിപ്പിക്കുന്ന ദിവസവും, അതായത് 6-ാം തീയതിയും 7-ാം തീയതിയും തുളസി ഇലകൾ നുള്ളരുത്. 5-ാം തീയതി സന്ധ്യയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ തുളസി ഇലകൾ നുള്ളി വെക്കാം. അക്കാര്യമൊന്ന് ഓർക്കുക. കാരണം 6-ാം തീയതി ഭഗവാന് സമർപ്പിക്കാൻ നമുക്ക് തുളസി ഇലകൾ ആവശ്യമായിട്ടുണ്ട്. അത് നിങ്ങൾ നേരത്തെ തന്നെ നുള്ളി വെച്ച് ഒരു ഇലയിലൊക്കെ എടുത്ത്, അല്ലെങ്കിൽ ശുദ്ധമായൊരു പാത്രത്തിലെടുത്ത് ജലമൊക്കെ തളിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുന്ന സ്ഥലത്ത് മാറ്റി വെച്ചിരുന്നാൽ മതി, ശുദ്ധമായിട്ട്. ഇനി പീരീഡ്സ് ആയിരിക്കുന്ന ആളുകൾ, അതുപോലെ പുല, ബാലായ്മ അങ്ങനെയുള്ള ആളുകൾ, അവർക്കൊക്കെ നാമം ജപിച്ച് വ്രതഭക്ഷണം കഴിച്ച് ഇതൊരു ഏകാദശിയായി കണക്കാക്കി ഇരിക്കാവുന്നതാണ്. അവർ വിളക്ക് തെളിയിക്കുകയോ അമ്പലത്തിൽ പോവുകയോ ചെയ്യേണ്ടതായിട്ടില്ല. കാരണം അത് ചെയ്യാൻ പാടില്ല. പിറ്റേ ദിവസം പാരണാ സമയത്ത് അങ്ങനെയുള്ള ആളുകൾ കുളിച്ച് നിങ്ങളുടെ മുറിയിലിരുന്ന് നാമം ജപിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് നിങ്ങൾക്ക് ജപിക്കാം. നാരായണ നാരായണ എന്ന് നിങ്ങൾക്ക് ജപിക്കാം.
അതല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായ മഹാമന്ത്രം ഹരേ കൃഷ്ണ അത് നിങ്ങൾക്ക് ജപിക്കാം. അതൊക്കെ ജപിച്ചിട്ട് ഒരു ഗ്ലാസ് ശുദ്ധജലം കുടിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. ഇനി ഒരു തരത്തിലും വ്രതം എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ദിവസങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നാമജപം അത് എത്ര തവണ ജപിക്കാമോ അത്രയും തവണ ജപിക്കുക. നമ്മൾ ഭാഗവതം കഥാരൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും അത് നമ്മുടെ ചാനലിലുണ്ട്. പ്രത്യേകം പ്ലേലിസ്റ്റായിട്ടും ഇട്ടിട്ടുണ്ട്. അതല്ലാതെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ആ കഥകളൊക്കെ കിട്ടും. അതെങ്ങും പോകത്തില്ല, അവിടെ തന്നെ കാണും. പ്ലേലിസ്റ്റ് വൈശാഖ മാസവും ഭാഗവതവും എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് പ്രത്യേകം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതിനകത്ത് എല്ലാ കഥകളുമുണ്ട്. ആ കഥകളൊക്കെ എടുത്ത് നിങ്ങൾക്ക് അന്നേ ദിവസം ഞായറാഴ്ച ദിവസമാണ് കേൾക്കാം. അത് വളരെ വളരെ ഉത്തമമാണ്. പ്രത്യേകിച്ച് ഭഗവാന്റെ ജനനം, ഭഗവാന്റെ സ്വർഗാരോഹണം, കുചേല സദ്ഗതി, പൂതനാമോക്ഷമൊക്കെ വളരെ വളരെ ഉത്തമമാണ്. ആ ഭാഗങ്ങളൊക്കെ എടുത്ത് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അതുപോലെ രാമായണ മാസം, കർക്കിടക മാസം വരുന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ നമുക്ക് രാമായണം കഥകൾ കഥാരൂപത്തിൽ നമുക്ക് പറയാം. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാണ് എന്ന് എനിക്കറിയാം. കാരണം ധാരാളം ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം രാമായണം കേൾക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അത് എനിക്ക് തന്ന ഒരു ഊർജം വളരെ വലുതാണ്. നിങ്ങൾക്ക് മാധവത്തിനെ ഇഷ്ടമാണോ? നിങ്ങൾക്ക് പ്രയോജനമുണ്ടോ മാധവം കൊണ്ട്? നാമം ജപിക്കുന്നുണ്ടോ? ഭഗവാന്റെ കഥകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. എനിക്ക് കേൾക്കുവാനുള്ള ആഗ്രഹം കൊണ്ടാണ്. നിങ്ങൾ നാമം ജപിക്കണം എന്തായാലും. അത് മാത്രമേ ഉള്ളൂ നമുക്ക് രക്ഷ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.